നമസ്തേ. ശ്രീനാരായണ ഗുരുദേവനെ ദർശിക്കുവാനായിട്ട് മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി ദിവസമാണിന്ന്. ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായുള്ള ചർച്ചകളിൽ, ലേഖനങ്ങളിലൊക്കെ തുടർച്ചയായി നാം കേൾക്കുന്ന ഒരു പേരാണ് വനജാക്ഷി മന്ദിരം എന്നത്. വനജാക്ഷി മന്ദിരവുമുണ്ട്, വനജാക്ഷി മണ്ഡപവുമുണ്ട്. വനജാക്ഷി മന്ദിരവും മണ്ഡപവും ഒന്ന് തന്നെയാണോ എന്ന് പലർക്കും സംശയവുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വനജാക്ഷി മന്ദിരത്തിലാണ്. ഗാന്ധിജി ഗുരുവിനെ കാണുവാനായി ആദ്യം എത്തിയത് ഈ വനജാക്ഷി മന്ദിരത്തിലേക്കാണ്. മുസാവരി ബംഗ്ലാവിലെത്തി വിശ്രമിച്ച ശേഷം രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, ഗാന്ധിജിയുടെ പുത്രൻ, അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ ദേശായി എന്നിവരോടൊപ്പം ഈ ഒരു വനജാക്ഷി മന്ദിരത്തിലേക്കാണ് ഗുരുവിനെ കാണാനെത്തുന്നത്. അവിടെ ഗുരുവിൻ്റെ ഗൃഹസ്ഥ സന്യസ്ത ശിഷ്യന്മാരോടൊപ്പം ഗുരുദേവൻ ഗാന്ധിജിയെ സ്വീകരിക്കുകയുമുണ്ടായി. എങ്ങനെയാണ് രണ്ടിനും ഒരേ നാമധേയമുണ്ടായത്? വനജാക്ഷി മന്ദിരം, മണ്ഡപം. ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന ആലുമുട്ടിൽ ഗോവിന്ദദാസിൻ്റെ മകൾ വനജാക്ഷി അസുഖം മൂലം മരിക്കുകയുണ്ടായി. ഈ മകളുടെ സ്മരണാർത്ഥമാണ് ഗുരുവിനായിട്ട് വനജാക്ഷി മന്ദിരവും വനജാക്ഷി മണ്ഡപവും അദ്ദേഹം പണി കഴിപ്പിച്ചു നൽകിയത്. ഗുരുദേവൻ മഹാസമാധിസ്ഥനായപ്പോൾ ഗുരുവിൻ്റെ തിരുശരീരം ഭക്തർക്ക് കാണുവാനായി വനജാക്ഷി മണ്ഡപത്തിലാണെന്ന് ഇരുത്തിയിരുന്നത്. കാലപ്പഴക്കം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ മൂലം ആ വനജാക്ഷി മണ്ഡപം പിന്നീട് പോയി. കണ്ടിട്ടേ ആദ്യത്തെയായിരുന്നു നല്ലതില്ല.